സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. വിദ്യാഭ്യാസവും ഫിഷറീസും മുസ്ലിം ലീഗിന് തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശന് പൊതുഭരണത്തിന് പുറമെ ധനകാര്യം, തുറമുഖം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വിജിലൻസ്, അഗ്നിശമന രക്ഷാസേന, ജയിൽ, കയർ വകുപ്പുകൾ, വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യ വകുപ്പുകൾ സണ്ണി ജോസഫിനാണ്. കെ മുരളീധരന് ആരോഗ്യത്തിന് പുറമെ ദേവസ്വം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടിയുണ്ട്. AP അനിൽകുമാറാണ് റവന്യൂ മന്ത്രി. PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം, സിനിമ, എക്സൈസും സഹകരണ വകുപ്പുകൾ M ലിജുവിനാണ്. ഉന്നത വിദ്യാഭ്യാസം റോജി M ജോണിനാണ്. T സിദ്ദിഖിനാണ് കൃഷി വകുപ്പ്. കെ തുളസിക്കാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, തൊഴിൽ, ക്ഷീരവികസനം, വനിതാ ശിശുക്ഷേമ വകുപ്പുകൾ ബിന്ദു കൃഷ്ണയ്ക്കാണ്. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, N ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, KM ഷാജിക്കാണ്. ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളുടെ ചുമതല V അബ്ദുൽ ഗഫൂറിനാണ്. മോൻസ് ജോസഫിനാണ് ജലസേചനം, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അനൂപ് ജേക്കബിനാണ്. ഷിബു ബേബി ജോണാണ് വനം മന്ത്രി. ഗതാഗതവും മോട്ടോർ വെഹിക്കിൾസും ജലഗതാഗതവും CP ജോണാണ്. ന്യൂസ് 18 ഓഫീസിലെത്തി മന്ത്രി OJ ജനീഷ്. വകുപ്പുകൾ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ജീവനക്കാരോട് കുശലം പറഞ്ഞ മന്ത്രി ഓഫീസ് നടന്നു കണ്ടു. നേരത്തെ OJ ജനീഷിന് ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പറിലും വിസ്മയം ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ 8308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറും കിട്ടിയത് അതേ അക്കത്തിൽ തന്നെ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിൽ AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സംഭവത്തിൽ പിണറായിയുടെ ഗൺമാൻമാർക്കെതിരെ കുരുക്ക് മുറുകും. വീണുകിടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞ് വീണ്ടും തലക്കടിച്ച ഗൺമാൻമാരായ അനിൽ കല്യൂർ, സന്ദീപ് എന്നിവർക്കെതിരെ വധശ്രമത്തിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയേക്കും. ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൈവിരലിനും പൊട്ടലേറ്റിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കൃത്യമായി രേഖപ്പെടുത്തിയാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കേണ്ടി വരും. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പിണറായിക്കും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. പിണറായിയുടെ ധാർഷ്ട്യം കാരണമാണ് തെരഞ്ഞെടുപ്പ് തോറ്റത്. പ്രായപരിധിയിൽ പിണറായിക്ക് മാത്രം എന്താണ് ഇളവ്? പിണറായിയെ പ്രതിപക്ഷ നേതാവ് ആക്കരുത്. ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. വീട്ടിൽ പോയി പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. വാർത്താ സമ്മേളനങ്ങളുടെ ശരീരഭാഷ ശരിയല്ലെന്ന് സമ്മതിച്ച് CPM സെക്രട്ടറി. വീട്ടിൽ നിന്ന് പോലും വിമർശനം ഉണ്ട്. കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് മകൻ ചോദിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.